ഫെബ്രുവരി മാസമായി കഴിഞ്ഞു വെച്ചാൽ എല്ലാ കടയിലും ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ ലവ് ഷേപ്പുള്ള ഒരു ബോക്സ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് വെച്ച് ഉണ്ടാക്കാൻ വരുന്നതാണ് കേട്ടോ. പിന്നെ കാർഡ്ബോർഡ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഏത് പെട്ടി കണ്ടാലും എടുത്തേക്കണ സ്വഭാവമുണ്ട്. പെട്ടിയെ തിരങ്ങി അത്ര കഷ്ടപ്പെടേണ്ടി വന്നില്ല. മുന്നേ വാങ്ങിയൊരു ചെരുപ്പിന്റെ പെട്ടി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിലൊരു ലവിന്റെ ഷേപ്പും വെച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ബോക്സിന് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു തിന്നായിട്ടുള്ള കാർഡ്ബോർഡാണ് കേട്ടോ ഞാൻ എടുത്തത്. ബോർഡർ ഒരു 2.5 എടുത്തിലാണ് എടുത്തത്. അത് എന്നിട്ടൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലവ് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലവ് ഷേപ്പ് ആയിട്ടുള്ള കണ്ടെയ്നർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മൂടി വേണം. അതിന് മുന്നേ നമ്മൾ ഈ ടേപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇടയിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ ഫെവിക്കോളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കാർഡ്ബോർഡ് ഒട്ടിച്ചേക്കണമെങ്കിൽ ഈ സ്റ്റെപ്പ് എന്തായാലും ചെയ്യണേ. കാരണം ഇത് ഒന്നുകൂടെ ആ ബോർഡറും ബേസും തമ്മിലൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എവിടെയെങ്കിലും സെല്ലോ ടൈപ്പ് പൊന്തിക്കുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മൂടി എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മുടെ കണ്ടെയ്നറിനെക്കാട്ടിലും കുറച്ചൊന്ന് വലുപ്പമുള്ളതായിരിക്കണം. അതേപോലെ തന്നെ മൂടിയുടെ ബോർഡർ ഞാൻ 1.5 എടുത്തിലാട്ടോ എടുത്തേ. നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ വെച്ചിട്ട് കവർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ വലുപ്പം ഇരുന്നോട്ടെ കേട്ടോ. ഏതായാലും അത് ഞാൻ ഈ ടേപ്പ് വെച്ച് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വേണേൽ ചാർട്ട് പേപ്പർ ഒട്ടിക്കുകയോ പെയിൻ്റ് അടിക്കുകയോ എങ്ങനെ വേണമെച്ചാൽ ചെയ്യാം. ഞാനിവിടെ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തത്. ഇനി പുറം ഭാഗം കവർ ചെയ്യാൻ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ് കേട്ടോ എടുത്തത്. ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് ചുറ്റും ഒട്ടിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ ലവ് ഷേപ്പുള്ള കണ്ടെയ്നർ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതേ ടൈറ്റായി പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ എടുക്കണമെങ്കിൽ പുറത്തത്തെ ലിഡ് കുറച്ചുകൂടെ വലുപ്പം കൂട്ടാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഡെക്കറേഷൻ പരിപാടി. ഞാനിവിടെ പേളിൻ്റെ സ്റ്റിക്കേഴ്സാണ് എടുത്തത്. അതങ്ങ് ചുറ്റും ഒട്ടിച്ചെടുത്തു. പിന്നെ നമ്മൾ ഈ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ലവ് ഷേപ്പ് നടുക്കിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഇതുപോലെ തന്നെ പേളിൻ്റെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ ലവ് ഷേപ്പ് കണ്ടെയ്നറിൻ്റെ പണി സെറ്റായി. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് കിട്ടി ആർക്കും ഇഷ്ടപ്പെടാത്തേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.